ജനാധിപത്യത്തിലെ വിധി ജനങ്ങളുടെ വിധിയാണ്. ഒരു ഇലക്ഷന് ഏതെങ്കിലും ഒരു പാർട്ടിയോ സംവിധാനമോ ഒരാളെ നിർത്തി എന്നുള്ളതുകൊണ്ട് അയാൾ ജനപ്രതിനിധിയാകുന്നില്ല. ആ മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് അയാളെ വിജയിപ്പിക്കും. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അവരുടെ പ്രശ്നങ്ങളോടൊപ്പം നിൽക്കാത്ത വ്യക്തികളെ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തും. ജനങ്ങളാണ് ഇവിടുത്തെ ശക്തി. അത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് മനസ്സിലാകുക. മലയോര മേഖലയിലുള്ള ജനങ്ങളുടെ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും അവരനുഭവിച്ചിരിക്കുന്ന വിലത്തകർച്ചയ്ക്കും അവരുടെ അനുചരമായ പ്രശ്നങ്ങൾക്കും പരാജയപ്പെട്ടു പോകുന്ന വ്യക്തികൾ ഒരിക്കലും അവിടെ വിജയിക്കാൻ ശ്രീ കെ വി ചാക്കോ, ഇപ്പോ UDF പ്രതിനിധികൾ പറയുന്നത്, ഇപ്പൊ ഡൊമിനിക് പ്രസന്റേഷൻ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞത് ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അങ്ങ് തീർത്തുകൊള്ളാം, വേറെ ആരും ഇടപെടേണ്ട എന്നാണ്. അതായത് നിങ്ങളുമായി രഹസ്യമായി ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ഇതിനകത്ത് ട്രാൻസ്പാരന്റായി എല്ലാവരും ചർച്ച ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇത് വസ്തുതാപരമായ വസ്തുതകളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എന്താണ് നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ ഒന്നുമില്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് കസ്തൂരിരംഗൻ വിഷയമായിട്ട് ഒരു പ്രതിപക്ഷം എന്നതുപോലെ ഇവിടുത്തെ മലയോര ജനത പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ മുമ്പിൽ പ്രശ്നങ്ങളുമായി ചെല്ലുമ്പോ, അതും 10,000-കണക്കിന് വീട്ടമ്മമാരുടെ റാലി അടക്കം ഉപവാസ സത്യാഗ്രഹമടക്കം ജനങ്ങൾ അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർക്ക് നിലനിൽപ്പിനുള്ള സമരത്തിനിറങ്ങിയപ്പോ അതിന്റെ മുന്നിൽ നിൽക്കുവാനായിട്ട് ജനപ്രതിനിധികൾ ഉണ്ടായില്ല. ഇലക്ഷൻ വരുമ്പോൾ മാത്രം വോട്ടിന് ജനങ്ങളെ സമീപിക്കുകയും വികസന പ്രവർത്തനങ്ങളിലും അവരുടെ അനുദിന ജീവിതത്തിലും അവരുടെ നൊമ്പരങ്ങളിലും അവരെ മുമ്പിൽ നിന്ന് അയച്ച് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിലും നേതൃത്വം പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ ജനങ്ങൾ പ്രതികരിക്കും. അത് ഒരുപക്ഷെ ഇലക്ഷനിലായിരിക്കും അത് കാണുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊരു കർഷക മുന്നേറ്റമാണ്. കർഷക ജനത ഒന്നടങ്കം കേരളത്തിലെ തീർച്ചയായിട്ടും മുന്നേറിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും. അതൊരു വലിയ മുന്നേറ്റമായിരിക്കും കേരളത്തിൽ. അത് കേവലം തിരുവമ്പാടിയിൽ ആരും കെട്ടിയിടാൻ ശ്രമിക്കണ്ട. അത് കേരളം മുഴുവൻ അത്തരത്തിലുള്ള മുന്നേറ്റം പ്രസന്റേഷൻ. അതായത് ചുരുക്കത്തിൽ ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെ രഹസ്യ ചർച്ചയിലൂടെ ഇതങ്ങ് തീർക്കാമെന്ന് കരുതണ്ട. നിങ്ങളുടെ ഘടകകക്ഷി മീറ്റിങ്ങുകളിൽ ചെയ്യുന്നത് പോലെ അത് പരസ്യമായി പറയേണ്ടതാണ്. നിങ്ങളിൽ ഇനിയിപ്പോ ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് മറുഭാഗത്ത് നിന്ന് വന്ന ആ ക്ഷണം അവർ സ്വീകരിക്കുന്നത്. ലാല, ഇതിൻ്റെ അകത്ത് ഞാൻ ഡോക്ടർ ചാക്കോയായിട്ടും തർക്കത്തിനില്ല എന്ന് പറഞ്ഞാൽ ചാക്കോ 2 ദിവസം മുമ്പ് പത്രക്കാട് പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണല്ലോ. അദ്ദേഹം അന്ന് ഈ ഒരു ഒറ്റ ഇഷ്യൂ ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഈ സീറ്റ് കോൺഗ്രസ് എടുക്കണമെന്ന് നേരത്തെ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, അത് നടക്കുന്നില്ല, ഞങ്ങൾക്കതിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങളത് മനസ്സിലാക്കി. ഇപ്പോഴാണല്ലോ ചാക്കോ ഈ കയറി കസ്തൂരിരംഗനൊക്കെ കോൺഗ്രസിനെ ഏറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് അവരിപ്പോ മനസ്സിലാക്കി. കോൺഗ്രസിന് അതിനുള്ള ശക്തിയില്ല. അങ്ങനെ ശക്തിയില്ലാത്ത ഒരു പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണിയോടൊപ്പം അവർ നിൽക്കുന്നില്ല. ഇതാണ് അവരിപ്പോ പറയുന്നത്. എൻ്റെ ലാൽ എന്തിനായി കിടന്ന്? ലാല് തന്നെ എന്തിനാ ലാലാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ UDF വിരുദ്ധായിട്ടിരിക്കുന്നത്. ഞാൻ ലാലിനെ കുറിച്ച് ധരിച്ചാൽ ലാല് കുറെ ന്യൂട്രലാണെന്നാണ്. ഇപ്പൊ അങ്ങാണ് അവര് പറയാത്ത ആർഗ്യുമെന്റ് ഇപ്പൊ അങ്ങാ വെക്കുന്നത്. ഞാൻ LDF അതിഥികളോട് സംസാരിക്കുന്നത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കേൾക്കാത്തത് കൊണ്ടാണ് ഒരു പക്ഷത്തേക്ക് വെക്കുന്നത്. അല്ലല്ല അങ്ങാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ UDF-നെതിരായിട്ട് പറയുന്നത്. അതുകൊണ്ട് ആയിക്കോട്ടെ, അങ്ങയുടെ ചാനൽ അതാണല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ ശ്രീ ആന്റണി രാജുവും ശ്രീ ഡോക്ടർ ചാക്കോയും പറയുന്ന റീസൺസ് ഒന്നും 2 ദിവസം മുമ്പ് അവർ പറഞ്ഞില്ലല്ലോ. ഒരു കത്തൊരു പുറത്തുവിട്ടല്ലോ. ഞാൻ പറയുന്നത് ഇപ്പോൾ അതിന് ഒരു പരിവേഷം കൊടുത്തോളൂ, അത് പറ്റും. ഞാൻ അതിലൊക്കെ അത് അവരുടെ കാര്യം. പക്ഷെ കർഷകരുടെ പ്രശ്നം UDF അഡ്രസ് ചെയ്യും. ഇതിനകത്ത് വൈകാരികമായി ഇടപെട്ടിട്ട് കാര്യമില്ല ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. രാഷ്ട്രീയമാണ്. അതിനകത്ത് നിങ്ങൾക്കൊരു നിലപാടുണ്ടോ എന്നതാണ് ചോദ്യം. എന്താണ് നിങ്ങളുടെ നിലപാട് ഇപ്പോൾ? ഞങ്ങൾക്ക് നിലപാടുണ്ടല്ലോ. ഞങ്ങൾ കർഷകരുടെ കൂടെയാണല്ലോ. ഞങ്ങൾ കർഷകരോട് നിൽക്കുന്ന പാർട്ടിയാണല്ലോ. കർഷകർ കൂടി മനസ്സിലാകട്ടെ. കർഷകരുടെ ഏത് ഇഷ്യൂവിൽ ഇടപെടായിരുന്നു ഞങ്ങള്. കസ്തൂരിരംഗന്റെ കാര്യത്തിൽ ഞങ്ങള് ഇടപെട്ടല്ലോ. ഞങ്ങള് പിന്നെ തെറ്റിദ്ധാരണയാണ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ അദ്ദേഹം എന്തെല്ലാമോ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണ്. കസ്തൂരിരംഗൻ വിഷയത്തിലൊക്കെ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിലുള്ള UPA ഗവൺമെൻറ് എടുത്ത സമീപനം എന്താണെന്ന് കേരളത്തിലെ ജനത കണ്ടതാണ്. കേരളത്തിലെ 20 ലക്ഷം വരുന്ന മലയോര നിവാസികളുടെ മലയോര ജനതയുടെ ജീവിതം ദുസ്സഹമാക്കി തകർക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് കേരള ജനത കണ്ടതാണ്. അതിനെതിരെ കേരളത്തിൽ
വൻപിച്ച ജനരോഷം ഉയർന്നു വന്നു. അത് കേരള കോൺഗ്രസ് പാർട്ടി മുന്നണി MLA മാർ രാജിവെച്ച് മുന്നണി വിടുമെന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ മാത്രമാണ് ഒരു ചെറു വിരലെങ്കിലും അനക്കാൻ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ UPA ഗവൺമെൻറ് അന്ന് പിന്നെ കേന്ദ്രമന്ത്രിയായത് മൊയ്ലി തയ്യാറായത്. എന്ത് ആത്മാർത്ഥം നിങ്ങൾ ആ വിഷയത്തിലുണ്ടായി? അതുപോലെ തന്നെ ഈ കേരളത്തിലെ ഈ റബ്ബർ വിലയിടിവിൻ്റെ കാരണക്കാരായ ഏത് ഗവൺമെൻറ് ആയിരുന്നു? ഏത് ഗവൺമെൻറ് കാലത്താണ് റബ്ബർ വിലയിടി വിടിയാൻ ഇടയായ നയങ്ങൾ രൂപീകരിച്ചത്? ഏത് പാർട്ടിയാണ്? അപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷനോട് പറയുന്നു, ഞങ്ങളുടെ കാലത്ത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിച്ചു, അവയ്ക്കെല്ലാം ശാശ്വത. ഇന്ന് കാർഷിക മേഖല എന്ന് പറയുന്നത് ഒരു 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 ശ്മശാന ഭൂമിയായി മാറിക്കിടക്കുന്ന കാഴ്ച അവിടെ നിന്ന് വരുന്ന ആർക്കും കാണുന്നതാണ്. അപ്പോൾ അതെങ്ങനെ അഡ്രസ്സ് ചെയ്തെന്ന് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചിട്ട് കാര്യമില്ല. ഈ നിലപാടുകൾക്കെതിരെയുള്ള വലിയ രോഷം ഇന്ന് മലയോര മേഖലയിൽ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യമാണ്. അതിന് മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ ലാലിനെയും എന്നെയും പഴിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ കോൺഗ്രസ് പാർട്ടി നേരത്തെ ഓർക്കേണ്ടതായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് വരുത്തിവെച്ച വിനയുടെ ദുരന്തത്തിൻ്റെ ഫലമാണ് ഇന്ന് മലയോര ജനത അനുഭവിക്കുന്നുള്ള അവർ തന്നെ പറയുമ്പോൾ അതിന് മറുപടി പറയാതെ വ്യക്തിപരമായ കാര്യങ്ങൾ ഉന്നയിച്ച് മറുപടി പറയുന്നത് യാതൊരു അർത്ഥമില്ല. കാരണം അതൊക്കെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അങ്ങ് ഒളിച്ചോടുന്നതാണ്. അത് ശരിയല്ല. രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയമായി മറുപടി പറയാൻ കഴിയണം. അതിന് പകരം രാഷ്ട്രീയം പറയാതെ വ്യക്തിപരമായി ഓരോരുത്തരെ ലാലിനെയും ഞങ്ങളെയൊക്കെ പഴിച്ചിട്ട് യാതൊരു കാര്യമില്ല. രാഷ്ട്രീയമായി അങ്ങയുടെ മറുപടി കേൾക്കാനാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നിർത്താൻ എനിക്ക് പറയാൻ പറ്റുമോ? നിർത്താൻ പറയണ്ടേ? അല്ല എങ്ങനെ പറയണ? ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ പി ജോസഫും കാര്യം ഞങ്ങളോട് വന്നത്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പറഞ്ഞാലല്ല ഞങ്ങളോട് ഇങ്ങോട്ട് വന്നത്. അറിയാതെ വന്നതാണോ? ഇടതുപക്ഷ മുന്നണി രാജിവെച്ച് എന്തിനാണ് പോകുന്നത്? ഞങ്ങളിവിടെ ഇതൊക്കെ അറിഞ്ഞിട്ട് പോകുന്നതല്ലേ? അപ്പം അന്ന് എന്തിനാണ് പോകുന്നത്? ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് രാജിവെച്ചാണ് ഇവർ ഞങ്ങളോട് വന്നത്. അന്നും ഞങ്ങൾ സ്റ്റാൻഡ് ചെയ്ത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു ന്യായമില്ല. ഒരു കാര്യം ഒന്നുമില്ല. സീറ്റ് കിട്ടാതെ പുറത്തു പോയിട്ട് ഇപ്പൊ അതിന് വേണ്ടി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വീണ്ടും ആ പഴയ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ എന്തായാലും സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ഇടപെടുന്നു. എന്തായാലും മലയോര വികസന സമിതിയുടെ രാഷ്ട്രീയം വളരെ കൗതുകകരമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അത് കാണാനിരിക്കുന്നേ ഉള്ളൂ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ ആന്റണി രാജു, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഡോക്ടർ KV ചാക്കോ. ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യുന്നത് ശ്രീ രവിശങ്കറിനും താഴെയാണോ ഇന്ത്യയുടെ പരിസ്ഥിതി? ഒടുവിൽ നിയമത്തിന് വഴങ്ങി ശ്രീ രവിശങ്കർ. പിഴത്തുകയുടെ ആദ്യ ഗഡു 25 ലക്ഷം ഇന്ന് തന്നെ നൽകാമെന്ന് ശ്രീ. ബാക്കി 4.25 കോടി 2 ആഴ്ചക്കകം നൽകും. ആർട്ട് ഓഫ് ലിവിങ്ങിനെ ചൊല്ലി രാജ്യസഭയിൽ പ്രതിപക്ഷ ബഹളം. ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ വേദി സുരക്ഷിതമല്ലെന്ന് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ്. ഈ പശ്ചാത്തലത്തിലാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയ്ക്ക് ഈ വിഷയം എടുക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP വക്താവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, ശ്രീ A റഹീം എന്നിവർ. ശ്രീ JR പത്മകുമാർ, ശ്രീ രവിശങ്കർ ജീവനകലയുടെ അധിപനാണ്. അദ്ദേഹത്തെ ഒരു തരത്തിൽ വേണമെങ്കിൽ ഇത്തരത്തിലൊരു വലിയ സാംസ്കാരിക മാമാങ്കം ന്യൂഡൽഹിയിൽ നടക്കുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ യമുനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി പ്രധാനമന്ത്രിയൊക്കെ പോയി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വേദിയാണല്ലോ. അത് പ്രസിഡന്റ് പോലും ഈ കാര്യത്തിൽ ഒരു വിരുദ്ധ നിലപാടെടുത്തപ്പോൾ ഈ പരിസ്ഥിതിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയെങ്കിലും അവർക്ക് വേദി മാറ്റുന്നതിനോ മറ്റോ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇടപെട്ട് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ ഈ കഴിഞ്ഞ കാലങ്ങളിലെ പല വിഷയങ്ങളിലുമുള്ള സ്ഥിരം ശൈലിയിൽ രവിശങ്കറിനെ കൂടെ ഉൾപ്പെടുത്തിയ ഒരു വിവാദത്തിലേക്ക് ഇപ്പോൾ പോകുന്നു? ഞങ്ങളല്ലല്ലോ അതിനെക്കുറിച്ച് അവർ അവിടെ നടത്തണോ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കാണ്. അവർ നിയമപരമായിട്ടുള്ള ഡൽഹി ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള അനുമതികളെല്ലാം വാങ്ങിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഇതിനകത്തുള്ളൂ. അതെല്ലാം അറിയില്ല, ജനങ്ങൾ തീരുമാനിക്കുക. ഇത് പൊതുവായിട്ട് രാഷ്ട്രീയവൽക്കരിക്കുക. അദ്ദേഹം ഒരു ഹിന്ദു സന്യാസി എന്നുള്ളതിനപ്പുറം അദ്ദേഹം എല്ലാത്തിലും പങ്കെടുത്ത ആളുകളെ നോക്കുക. അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾ വരെ വന്നിട്ടുണ്ട്. അതെങ്ങനെ ഒരു മതത്തിൻ്റെയോ പരിവേഷം ഫലമായിട്ടുണ്ടായതാണ്. ഞാൻ ചോദിച്ചതിനകത്ത് അങ്ങ് പറഞ്ഞ പോലെ തന്നെ സമയത്തിന്റെ പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അപ്പോഴെപ്പോഴും ഇടപെടാം. ശ്രീ രവിശങ്കറിന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ കേന്ദ്രം ഭരിക്കുമ്പോൾ ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാകാതെ നോക്കേണ്ടതായിരുന്നു? വിവാദം ഉണ്ടാക്കി 6 മാസം മുമ്പാണ് ഇതിന്റെ കൺസ്ട്രക്ഷനും മറ്റു കാര്യങ്ങൾ തുടങ്ങിയത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ തുടങ്ങിയത് 2 വർഷം മുമ്പാണ്. അല്ല 6 മാസം മുമ്പാണ് തുടങ്ങിയില്ല. ആർക്കും ഇതിന്റെ എതിർപ്പില്ലായിരുന്നല്ലോ. മാത്രമല്ല ഈ ഗംഗയെ മേരി ഡൽഹി മേരി യമുന എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ശുചീകരണ പ്രവർത്തനം 2010 മുതൽ ഇവർ നടത്തുകയാണ്.
515 ടൺ അവിടുത്തെ മാലിന്യമാണ് അതിൽ നിന്ന് നീക്കിയത്. ഏകദേശം 5000-ഓളം ആളുകൾ, ഇവരുടെ ഡിവോട്ടീസ് 5000-ഓളം ആളുകൾ ഇത് ഈ യമുന ശ്രീ ശുചീകരണവുമായി പത്മകുമാർ, എന്റെ പ്രശ്നം ഇവരുടെ ഡിവോട്ടീസിനെ കുറിച്ചല്ല, ശ്രീ രവിശങ്കറിന്റെ ആശയങ്ങളെ കുറിച്ചല്ല. അതൊക്കെ ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, ലോകത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ശ്രീ രവിശങ്കറിന്റെ ആ പടമല്ല നമ്മുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് മുമ്പിൽ വരുന്നത്. പ്രധാനമന്ത്രി പോയി അവിടെ നിൽക്കുന്നു, 2.5 കോടി രൂപ ഗ്രാൻഡായി കൊടുക്കുന്നു, ചരിത്രത്തിൽ ഇല്ലാത്ത വിധം. ഇന്ത്യയുടെ പട്ടാളക്കാരെ ഉപയോഗിച്ച് യമുനയുടെ തീരത്ത് ഇത്തരത്തിലൊരു പരിസ്ഥിതിക്ക് അതീതമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ചില പരാമർശങ്ങൾ വരുമ്പോൾ അതിനെ വെല്ലുവിളിക്കത്തക്കവണ്ണം, നിയമത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന പ്രസ്താവനകളൊക്കെ നിയമത്തെ വെല്ലുവിളിക്കുന്നില്ലല്ലോ. അദ്ദേഹം ഇത് പൈസ കൊടുത്ത് കെട്ടിവെക്കാൻ തയ്യാറാണ്. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ നമ്മളെ കേരളത്തിലും കണ്ടിട്ടുള്ളൂ, എല്ലാവർക്കും ഈ ഏത് കോടതി വിധിക്കെതിരായിട്ടും അപ്പീൽ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം അപ്പീൽ കൊടുക്കുമായിരിക്കും, അത് അവിടെ ഇരിക്കട്ടെ. രണ്ടാമത് താങ്കൾ പറഞ്ഞ ഒരു കാര്യം, ഈ ഈ പട്ടാളത്തെ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് 1997 കോൺഗ്രസും CPM-ഉം പിന്തുണ കൊടുത്ത് NF ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് ഒരു അമേരിക്കൻ പാട്ടുകാരൻ, എനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആ അമേരിക്കൻ പാട്ടുകാരൻ പറഞ്ഞ് യമുനയുടെ നടുക്ക് സ്റ്റേജ് ഉണ്ടാക്കി ആ യമുനയുടെ നടത്തി പട്ടാളത്തെ ഉപയോഗിച്ച് രണ്ട് പാലം അപ്പുറത്തും ഇപ്പുറത്തും പോകാനുള്ള പട്ടാളത്തിന് ഉപയോഗിച്ചിട്ടിട്ടുണ്ട്. പിന്നെ പട്ടാളത്തെ ഈ യമുനയുടെ കരയിലാണ് കൺസ്ട്രക്ഷൻ എടുക്കണമെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസ് പട്ടാളക്കാർ ഒരുപാട് ഇത്തരത്തിൽ പാലം പണികൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഭാഗത്ത് പട്ടാളക്കാർക്ക് പ്രത്യേക വില കൊടുക്കുന്ന ഒരു പാർട്ടിയും കേന്ദ്ര ഗവൺമെന്റുമാണ്. പട്ടാളക്കാരെ നിങ്ങൾ വളരെയധികം ബഹുമാനിക്കുകയും ഈ വളരെ മോശപ്പെട്ട രീതിയിലുള്ള പണികൾ ഏർപ്പാടാക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്, അതിനെ എതിർക്കുന്നവരാണ്. നിങ്ങൾ ഈ പട്ടാളക്കാരെ കൊണ്ട് അവിടെ യമുനയുടെ തീരത്ത് ഇത്തരത്തിലുള്ള പണികൾ ചെയ്യുന്നത്, അവിടെ യമുനയുടെ അവിടെ ഒരു പാലം പണിയ ചെയ്തത് മോശപ്പെട്ട പണിയാണോ? എങ്കിൽ പിന്നെ 97 മോശപ്പെട്ട പണിയാണോ? ശരി, അതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ശ്രീ A. റഹീം? 97 ഇദ്ദേഹം പറയുന്ന ചരിത്ര സംഭവം എൻ്റെ ഓർമ്മയിലില്ല, എൻ്റെ പഠനത്തിലുമില്ല. അതുകൊണ്ട് ഞാനത് നിഷേധിക്കുന്നില്ലായിരിക്കാം. ഞാൻ പറയട്ടെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ല. എൻ്റെ ഭാഗം പ്രധാനമായിട്ടും പറയാം, ഇതൊരു സ്വകാര്യ പരിപാടിയാണ്. ഒരു സ്വകാര്യ പരിപാടി ശ്രീ രവിശങ്കർക്കോ ആർക്ക് വേണമെങ്കിലും സംഘടിപ്പിക്കാൻ ഇന്ത്യയിൽ അധികാരമുണ്ട്. പക്ഷേ ഇന്ത്യയിലെ നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കണം. അത് ലംഘിക്കപ്പെടുമ്പോൾ ബന്ധപ്പെട്ട ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും അതിനോട് തെറ്റായൊരു സമീപനം ആദ്യഘട്ടത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്നത് ഒരിക്കലും ഗുണകരമല്ല. ഒന്ന്. രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെൻറ് കാര്യത്തിൽ നയങ്ങൾക്കും നിലപാടുകൾക്കൊപ്പമാണ് നിൽക്കേണ്ടിയിരുന്നത്, അല്ലാതെ ഈ പരിപാടിയുടെ സംഘാടകർക്കൊപ്പമായിരുന്നില്ല നിൽക്കേണ്ടിയിരുന്നത്. അത് ഗവൺമെൻറ് നടത്തിയ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഗവൺമെൻറ് യഥാർത്ഥത്തിൽ നീതി പുലർത്തേണ്ടിയിരുന്നത് നിലനിൽക്കുന്ന വ്യവസ്ഥയോട്, നിലനിൽക്കുന്ന നിയമങ്ങളോട് മാത്രമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ചർച്ചയിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇന്ത്യയിൽ സംഘപരിവാർ എപ്പോഴും പ്രചരണായുധമാക്കിയിട്ടുള്ളത് അമ്പലം മാത്രമല്ല, രാമക്ഷേത്രം മാത്രമല്ല, ഗംഗയും യമുനയും കൂടി വിറ്റുകൊണ്ടാണ് അവർ പലപ്പോഴും വന്നിട്ടുള്ളത്. ആ ഗംഗയുടെയും യമുനയുടെയും പരിസ്ഥിതി ആഘാതത്തിൻ്റെ കൂടി പ്രശ്നമാണിത്. ഏക്കർ കണക്കിന് കൃഷിഭൂമി നികത്തപ്പെടുന്നത് പ്രശ്നമാണ്. ഇത് ശ്രീ രവിശങ്കർ എന്നല്ല, നാളെ മറ്റൊരു കൂട്ടർ വന്ന് ഇതിനൊരു കീഴ്വഴക്കമാക്കി വെച്ച് ചെയ്താലും അത് തെറ്റാണ്. പക്ഷേ ഇത് 6 മാസക്കാലമായി ഇത് തുടങ്ങിയിട്ട് എന്തുകൊണ്ട് ഇതുവരെ നിങ്ങളെപ്പോലുള്ളവരൊന്നും സംസാരിച്ചില്ല എന്നാണ് BJPയുടെ ചോദ്യം. സ്വാഭാവികമായിട്ടും ഇതൊരു ചർച്ചയായി മുന്നോട്ട് വരുമ്പോഴാണല്ലോ പ്രതികരണങ്ങളുണ്ടാവുക. പ്രതികരണങ്ങളോ പരാതികളോ ഇല്ലാത്ത കാരണത്താലല്ലോ NGTയുടെ മുമ്പിൽ വന്നത്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന് മുമ്പിൽ പരാതി, അത് ആരോ ആയിക്കൊള്ളട്ടെ, പരാതി വരികയും അവരുടെ ശ്രദ്ധയിൽ വരുമ്പോഴാണ് അവർ ഇടപെടുന്നത്. തുടർന്നാണല്ലോ ഇതിന് വാർത്താ പ്രാധാന്യം വരിക. വാർത്താ പ്രാധാന്യം വരുമ്പോഴാണ് സജീവമായ ചർച്ചയും സജീവമായ പ്രതികരണവും വരിക. അതിൻ്റെ അർത്ഥം നേരത്തെ കൂട്ടിയത് പ്രതികരിച്ചില്ല എന്നതുകൊണ്ട് ഇനി പ്രതികരണത്തിന് പ്രസക്തിയില്ല എന്നല്ല. ചെയ്ത തെറ്റ് തന്നെയാണ്. ഗവൺമെൻറ് എടുത്ത നിലപാട് യഥാർത്ഥത്തിൽ ഇതിൽ തെറ്റാണ്. ശരി, ഇപ്പോൾ ഇതാ 2.5 കോടി രൂപ നഷ്ടപരിഹാരം, 5 കോടി രൂപ അടയ്ക്കണം, 25 ലക്ഷം ഇന്ന് അടച്ചിട്ടുണ്ടാകും. ഈ പറഞ്ഞ അർത്ഥത്തിൽ ബാക്കി 2-3 ആഴ്ചത്തെ സാവകാശം ചോദിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ പറഞ്ഞ പ്രശ്നം തീരാവുന്നതാണോ? അല്ല, തീർച്ചയായിട്ടും ആദ്യം NGT പറഞ്ഞതിനോട് അവർ സമീപിക്കേണ്ടതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ജനങ്ങളാണ് ഇതിനകത്ത് വിലയിരുത്തേണ്ടത്. ജനങ്ങൾ വിലയിരുത്തേണ്ടത് ഗവൺമെൻറ്റിനെ കുറിച്ചാണ്, ഗവൺമെൻറ് എടുക്കുന്ന സമീപനത്തെക്കുറിച്ചാണ്, പട്ടാളത്തെ ഇതിനകത്ത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ്, ഇതിനകത്ത് ഗവൺമെൻറ് ഇത്രയും ദിവസമെടുത്ത ഇരട്ടത്താപ്പിനെ കുറിച്ചാണ്. അത് തെറ്റാണ്. അത് തെറ്റാണെന്ന് എന്തുകൊണ്ട് ജനങ്ങളോട് ഏറ്റു പറയാൻ ഒരു ജനാധിപത്യ ഭാരതത്തിലെ സർക്കാരിന് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അതാണ് കേന്ദ്ര സർക്കാർ ജനങ്ങളോട് ഈ കാര്യങ്ങൾ ഇത്രയും കാലം ശ്രീ രവിശങ്കറിന് പോലും ഒരു സാവകാശം ഇല്ലാത്ത വിധം കാര്യങ്ങളെ വൈകിപ്പിച്ച് ഇതുവരെ കൊണ്ടുവന്ന് എത്തിച്ചതിൻ്റെ ഒരു മറുപടി പറയണം. ഒന്ന്. രണ്ടാമത്തത്, പരിസ്ഥിതിയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ കോടികൾ കൊണ്ട്
കവർ ചെയ്യാൻ പറ്റുന്നതാണോ പരിസ്ഥിതിയുടെ ആഘാതം? അല്ല, അതിൽ താങ്കൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രത്യേക താല്പര്യമൊന്നുമില്ല. ഒരു സംഘടന നടത്തുന്നുണ്ട്, ആ സംഘടന നടത്തട്ടെ, നിയമപരമായി അതിന് എല്ലാ ഓർഡറും വാങ്ങിക്കിട്ട് അവർ നടത്തും. അത് നിയമലംഘനം ഉണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ, അതിനാരെങ്കിലും തടസ്സം ചെയ്യും. അല്ലല്ല, നിയമലംഘനം ഉണ്ടെങ്കിൽ അതിപ്പോൾ ഗ്രീൻ ട്രൈബ്യൂണലിൽ വന്നിട്ടുണ്ട്, അത് മുകളിൽ കോടതിയിൽ ചോദ്യം ചെയ്യും. പത്മകുമാർ, ഇത് വേറെ ആരെങ്കിലുമാണ് യമുനയുടെ തീരത്ത് ചെയ്യുന്നതെങ്കിൽ ഇന്ന് അവിടെ ആ പരിപാടി നടത്താൻ പറ്റില്ല. ശ്രീ രവിശങ്കറിന്റെ മഹാത്മ്യം മനസ്സിലാക്കി തന്നെയാണ് ജുഡീഷ്യറി ഈ ഗ്രീൻ ട്രിബ്യൂണൽ ഈ രീതിയിൽ ഇന്ന് അനുവദിച്ചത്, പിഴയൊടുക്കിയിട്ടെങ്കിലും ചെയ്യാൻ പറഞ്ഞത്. അതുപോലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഒഴിവാക്കാമായിരുന്നു. അതിൽ ഒരു നിക്ഷിപ്ത താല്പര്യം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ല, 6 മാസമായി തുടങ്ങിയിട്ട് പരിപാടി തുടങ്ങണേൻ്റെ അന്ന് ഒരു ഇത്രയും ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ നിരോധിക്കാനുള്ള നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ? അല്ല, ഞാൻ പറഞ്ഞോട്ടെ, സ്ഥിതി എന്നുള്ള കാര്യം അറിയാമല്ലോ. പിന്നെ ഈ യമുനയുടെ കരയിൽ വേറെ ആരും നടത്തിയിട്ടില്ലെന്ന് കളിച്ചിട്ട് കോമൺവെൽത്ത് ഗെയിംസ് നടത്തിയ സമയത്ത് ഹൗസിംഗ് കോംപ്ലക്സ് എവിടെയാണ് പണിതിട്ടുള്ളത്? ഇതെന്തൊരു മറുപടിയാണ് ശ്രീ പത്മകുമാർ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എന്ത് പ്രശ്നം ഈ BJP ഗവൺമെന്റ് പുറത്ത് ചോദിച്ചാലും നിങ്ങൾ ഉടനെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് പ്രശ്നങ്ങളാണ് പറയുക. അത് തിരിച്ചാലല്ലേ നിങ്ങൾ അധികാരത്തിൽ? ഞങ്ങളല്ലല്ലോ അവിടെ ഈ ഗംഗയുടെ പരിസരത്ത് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താറുണ്ടെന്ന് സൂചിപ്പിക്കാനാണ്. ഇപ്പൊ രവിശങ്കർ എന്തോ പുതുതായി വന്ന് തുടങ്ങിയ ഒരു പക്ഷേ പണ്ട് പരിസ്ഥിതിയുടെ നിയമം എത്രത്തോളം ശക്തമല്ലാതിരുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പലതും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ, ഒരു മരം അവിടെ മുറിച്ചിട്ടില്ല. 1000 ഏക്കർ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന കൃഷി മുഴുവൻ അടിച്ചു നിരപ്പാക്കി. അവിടെ ഉണ്ടായിരുന്ന കൃഷി പല തരത്തിലുള്ള വിളകൾ നശിപ്പിച്ചു. വിളകളുടെ പേരുകൾ വേണമെങ്കിൽ അടുത്ത ദിവസം തക്കാളിയാണ് ഒരു വിള. ശ്രീ JR പത്മകുമാർ, ഇദ്ദേഹം JR പത്മകുമാർ ഇതിനകത്ത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ നിലപാടിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇത് BJP അതാ പ്രശ്നം. ഞാൻ പറയട്ടെ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ യഥാർത്ഥത്തിൽ നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അവരവരുടെ രാജ്യത്ത് നിലനിൽക്കുന്ന കാര്യം, പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് കൃത്യമായ ഒരു ഏജൻസിയാണ്. അവർ പറയുന്നതിനെയാണ് യഥാർത്ഥം ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഒന്നും ഉണ്ടായിട്ടില്ല എന്നാ അപ്പോൾ അവർ പറഞ്ഞ തെറ്റാ? ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ ഇവിടെ പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഗ്രീൻ ട്രൈബ്യൂണലിന്റെ വീതി വന്ന് നിങ്ങളൊക്കെ എന്താ നിലപാടെടുത്ത? ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരിനി അങ്ങനെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ഏക്കർ നിങ്ങളെ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഗംഗയുടെയും യമുനയുടെയും ഔദ്യോഗിക സംരക്ഷണത്വം ഏറ്റെടുത്തിരിക്കുന്ന പ്രസ്ഥാനമാണ് BJP RSS. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു, ഇപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ ഇവർക്ക് ഇതൊരു അജണ്ടയാണ്. ഇവരുടെ വികസന പരിപാടികളിൽ ഏറ്റവും പ്രധാനം ഇതിൻ്റെയൊക്കെ ശുചീകരണമാണ്. വേണം, പരിസ്ഥിതി അനുകൂലമെന്ന നിലയിൽ ഞങ്ങൾ തന്നെ സ്വാഗതം ചെയ്തു. പക്ഷേ ഞാൻ പറയുന്നത്, ഈ RSSനെയും BJPക്കും നല്ല ശക്തി കേന്ദ്രങ്ങളായ ഇത്രയും സ്ഥലത്ത് ഒരു സംഘടന ഏതോ ആയിക്കൊള്ളട്ടെ, അത് X or Y, ഇത്തരത്തിൽ അവിടെ കയ്യേറുമ്പോൾ, യമുനയെ തെറ്റായി അവിടെ നഷ്ടപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല? സംഘടന എന്നുള്ളതിൽ പ്രതികരിച്ചില്ല. 1. 2, ഇത് സംബന്ധിച്ച് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ പരാതി ഉയർന്നു വരുന്നു, ഇടപെടുന്നു, അവർ ശക്തമായിട്ട് ഇടപെടുന്നു, പിഴ ചുമത്തുന്നു. അപ്പോഴും പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങളൊരു സമീപനം എടുക്കുന്നത്? നിങ്ങളവിടെ പോയി പരസ്യമായി കാര്യങ്ങൾ വരുമ്പോൾ അതിനനുകൂലമായിട്ട് നിൽക്കും. വേറെ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ വിധി വരുമ്പോൾ അത് പാലിക്കണ്ട എന്ന് നിലപാടെടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആ നിലപാട് ശരിയല്ല. 2, ഇതിനെ സംബന്ധിച്ചിടത്തോളം യമുനയെ സംരക്ഷിക്കുന്നതിനും ക്ലീൻ ചെയ്യുന്നതിനും ഈ സംഘടന നടത്തിയിട്ട് 2010 മുതൽ 5000 വാളണ്ടിയേഴ്സ് അതിൽ നടക്കുന്നു. 2, ഇതിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ് പർവ്വതീകരിക്കുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല. എന്താണ് പർവ്വതീകരിച്ചത്? ആയിരക്കണക്കിന് ഏക്കർ തക്കാളി പോലെയുള്ള വിളകൾ അവിടെ എത്രയോ കർഷകർ പരാതിപ്പെട്ടിട്ടുണ്ട്. അവിടെ ആ ഭാഗത്തുള്ള സമരം ചെയ്തു, നിരാഹാര സമരം കിടന്നു. അവർക്ക് 10,000 രൂപ ചിലവായെടുത്ത് 4,000 രൂപയാണ് ഒരു കണ്ടത്തിന് അവർക്ക് നൽകിയത്. അവർ നിരാഹാരം കിടന്നു. പരാതി ഇപ്പോഴും പറയുന്നു. മാധ്യമങ്ങളിൽ അവർ വരുന്നുണ്ട്. ആ സ്ഥലത്ത് പോയി നോക്കണം. ഇപ്പോഴത്തെ പ്ലേ ഗ്രൗണ്ട് പോലെയാണ് ആ കൃഷി നടന്ന സ്ഥലം. ശ്രീ നിങ്ങൾ ഈ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങളിത് പക്ഷം പിടിച്ച് പറയുക. അവിടെ ഏത് സംഭവം ഉണ്ടായാലും കുറച്ചു പേരെ പരാതി കൊടുക്കാനൊക്കെ കിട്ടും. ആ രീതിയിൽ അവിടുത്തെ കർഷകർ, നിങ്ങൾ പറഞ്ഞ 320 ഏക്കർ എന്ന് പറഞ്ഞു, അവിടെ നിന്ന് എത്ര 1000 ഏക്കർ എത്ര കർഷകരെ മുന്നോട്ട് വന്നത്? അപ്പൊ ആരെങ്കിലും പിടിച്ചു കൊണ്ടുവന്ന് ഇത്തരത്തില് ലോകത്തിന്റെ തന്നെ, ഇന്ത്യയുടെ തന്നെ ഇമേജ് ലോകത്ത് വളർത്താൻ അല്ലെങ്കിൽ ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ സമ്മേളനം ഏതെങ്കിലും മതത്തിന്റെ അല്ല. പരിപാടിയിൽ നിന്നാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി പിന്മാറിയത്. സിംബാബ്വേയുടെ നേതാവ് റോബർട്ട് മുഗാബെ ഡൽഹിയിൽ വന്നിട്ട് തിരിച്ചു പോയത്. കേരളത്തിൽ പ്രസിഡന്റ് വന്നല്ലോ,
പട്ടണം മറ്റേ ഖനനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി പങ്കെടുക്കാൻ ഇതുപോലെ ഒരു അത് പ്രശ്നം അല്ലല്ല, അദ്ദേഹത്തിന് വ്യക്തിപരമായ താല്പര്യം ഇല്ലാത്ത കാര്യം പങ്കെടുക്കാതെ പോവാം. Yes. അതുകൊണ്ട് എല്ലാവരും അംഗീകരിക്കണം. ഇതൊക്കെ അംഗീകരിക്കുന്നു. ഇതിനകത്ത് ശ്രീ രവിശങ്കറിന്റെ ഒരു PRO വന്നിരുന്ന ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വാദഗതികൾ ഈ ദിശയിലായിരിക്കും. പക്ഷെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ വക്താവ് വന്നിരുന്ന് പറയുന്നത് ജനങ്ങൾ കാണണം. ഒരു കാര്യം പറയട്ടെ, ഇദ്ദേഹം അന്ധമായി ന്യായീകരിക്കുകയാണ്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന് മുമ്പിൽ കേസ് വന്നപ്പോൾ പോലും പോലീസ്, ഫയർ, ജലവിഭവ മന്ത്രാലയം, നദീസംരക്ഷണ വകുപ്പ്, ഗംഗാ പുനരുജ്ജീവന വിഭാഗം എന്നിവയിൽ നിന്നും ആർട്ട് സംഘാടകർ ഒരു അനുമതിയും വാങ്ങിയിരുന്നില്ല. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ NGT ഇതിനകത്ത് നിലപാട് സ്വീകരിച്ചത്. അവിടെ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർ പിന്മാറുന്നു. രാജ്യത്തെ വിവിധ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്ത് രാഷ്ട്രീയ താല്പര്യമാണ്? എന്ത് രാഷ്ട്രീയ താല്പര്യമാണ്? അദ്ദേഹം ഒരു ഡിഫൻസ് രാഷ്ട്രീയ താല്പര്യമെന്ന, ഒരു ഡിഫൻസ് എല്ലാ കാര്യങ്ങളും അവർ നിയമാനുസൃതം ചെയ്തു എന്നാ. രണ്ടും തെറ്റാണ്. എന്ത് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്? രണ്ടാമതൊന്ന്, എല്ലാ നിയമങ്ങളും അനുശാസിച്ചിരുന്നു എന്ന് പറയുന്നത് തെറ്റല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ നിയമങ്ങൾ അനുസരിക്കാതിരിക്കുന്നു. ഇവിടെ NGTയുടെ നിലപാടിന് വിരുദ്ധമായൊരു സമീപനം എടുക്കുന്നു. പരസ്യമായി പരിസ്ഥിതിയോട് വിരുദ്ധമായ സമീപനം എടുക്കുന്നു. ഇവിടെ ഒരു BJP എന്നത് പാർട്ടി എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് നിലയിലും, പാർട്ടി നിലയിൽ അവർക്കുള്ള സ്വാതന്ത്ര്യം അവർ അംഗീകരിച്ചോട്ടെ. പക്ഷേ ഒരു ഗവൺമെൻറ് സമീപനമുണ്ട്. ആ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലെ ഗവൺമെൻറ് ജനങ്ങളോടും ഈ രാജ്യത്തെ നിയമങ്ങളോടും ഇത്തരത്തിൽ സംവിധാനങ്ങളോടുമാണ് നീതി പുലർത്തുന്നത്. അവിടെ ഈ പറഞ്ഞതിൽ യാതൊരു അർത്ഥം. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഈ പറഞ്ഞതിൽ അവർ അനുമതി വാങ്ങി എന്നുള്ളത് സത്യമാണ്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അനുമതി വാങ്ങിയിട്ടുണ്ട്. ആകെ ഇന്ന് കേന്ദ്ര PWD വകുപ്പ് പറഞ്ഞിട്ടുള്ള അതിന്റെ ബലക്ഷയം ബലക്ഷയെ സംബന്ധിച്ച് ഒന്ന് പരിശോധിക്കണമെന്നാണ്. സുരക്ഷാ ഏർപ്പാടുകൾ ഡൽഹി ഗവൺമെന്റിന്റെ അനുമതിയുണ്ട്. ഡൽഹി ഗവൺമെന്റ് ഡൽഹി ഡെവലപ്മെന്റ് ഇതിന്റെ കൗൺസിലിന്റെ അനുമതിയുണ്ട്. എല്ലാത്തിനും അനുമതിയുണ്ട്. ഇതെല്ലാം ശരിയാണോ ശ്രീ പത്മകുമാർ? ഈ അനുമതിയൊക്കെ വാങ്ങിയാണെങ്കിൽ പോലും കൃത്രിമമായി അനുമതി ഉണ്ടാക്കിയെടുക്കാം, പോയി വാങ്ങിച്ചെടുക്കാം, ചിലർക്കൊക്കെ ശക്തി ഉണ്ടെങ്കിൽ. അങ്ങനെ വാങ്ങിയിട്ടാണ് ഇത് നടത്തുന്നതെങ്കിൽ യമുനയുടെ തീരത്ത് ഇങ്ങനെ ചെയ്യുന്നത് പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്നതാണെങ്കിൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൂട്ടു നിൽക്കാൻ പാടുള്ളതാണോ? പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്നതാണെങ്കിലല്ലേ അങ്ങനെ പ്രശ്നമില്ലല്ലോ. ഇതിനേക്കാൾ ആളുകൾ കൂടുന്നതാണല്ലോ നമ്മുടെ കുംഭമേള. ഇതൊക്കെ പറഞ്ഞാൽ മതിയോ? ഇതിന് യോഗ്യതയുള്ള ഗ്രീൻ ട്രിബ്യൂണലിനെ പറയേണ്ടത്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യത്തില് ഗ്രീൻ ട്രൈബ്യൂണലിന്റെ വിധിയെ അത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. ഇതിൽ മാത്രം എതിർക്കുകയും മറ്റു പല കാര്യത്തിൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ വരുമ്പോ അതിനെതിരായി നിയമപരമായി ചെയ്യുന്ന ഇരട്ടത്താപ്പ് ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതവിടെ നിന്നോട്ടെ. ഞാൻ പറഞ്ഞൊരു കാര്യം, 6 മാസം മുമ്പേ ഇത് തുടങ്ങി, ഇത് കൺസ്ട്രക്ഷൻ നടന്ന് ഈ ഉദ്ഘാടനം ചെയ്യേണ്ട തലേ ദിവസം ഇത്തരത്തിൽ ഒരു ഇതുമായി മുന്നോട്ട് വരുന്നത് ബോധപൂർവമാണ്. അതാണ് അദ്ദേഹം വസ്തുതാപരമായി തെറ്റാണ്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ മുമ്പിൽ ഇന്നോ ഇന്നലെയോ വന്ന കേസല്ലേ ഇത്? മുമ്പ് വന്നവർ പരിഗണിച്ച് പലതവണയായി ആവശ്യപ്പെട്ടതാണ്. പ്രതിഷേധങ്ങളെ തുടർന്ന് പ്രണബ് കുമാർ മുഖർജി എല്ലാ വിവരങ്ങളും കിട്ടിയതിനു ശേഷമല്ലേ പിന്മാറുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇത്രയും നാളെങ്കിൽ എവിടെ പോയിരുന്നു? നിങ്ങളുടെ സംവിധാനങ്ങൾ നിങ്ങളുടെ പരിസ്ഥിതിയെ കുറിച്ച്, യമുനയെ കുറിച്ച് നിങ്ങൾ ഇത്രയധികം വാഗ്വാദം നടത്തുന്ന നിങ്ങൾ അപ്പൊ ഇതിനെ എതിർക്കുന്നില്ലെങ്കിൽ യമുന ഇങ്ങനെ അങ്ങ് നശിച്ചോട്ടെ എന്നാണോ? അങ്ങനെയല്ലോ. പരിസ്ഥിതി തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ ഞങ്ങൾ എതിർക്കും. പക്ഷേ പരിസ്ഥിതി വയലേഷൻ ഇല്ലല്ലോ. ഏത് റിപ്പോർട്ടാണ്, ഏത് നിയമമാണത്? ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരിസ്ഥിതി ഇതുണ്ട് നിങ്ങൾ പറയുന്നത്? യമുനയുടെ തീരത്ത് ഇങ്ങനെ പത്മകുമാർ, ഇന്ത്യയുടെ പരിസ്ഥിതി നിയമങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഗ്രീൻ ട്രൈബ്യൂണൽ ഇത്ര വലിയ ഒരു പിഴ ചുമത്തിയിരിക്കുന്നത്. എന്നിട്ട് അതിനോട് എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നത്? അല്ലല്ലോ, അതിനെ സംബന്ധിച്ച് ഒരു ഗ്രീൻ ട്രൈബ്യൂണലിന്റെ നിലപാടിന് എതിരായിട്ട് സുപ്രീം കോടതി പോവല്ലേ? നിങ്ങളെല്ലാം ഒരു കോടതിയുടെ വിധി മാത്രമാണ് ഫൈനലായിട്ട് കാണുന്നത്. എങ്കിൽ പിന്നെ ഇന്ത്യയിൽ ഒറ്റ കാര്യം, BJPയുടെ വക്താവായ താങ്കൾക്ക് നിലപാടുണ്ടോ? NGT എടുത്ത നിലപാട് തെറ്റാണെന്ന്? അവർക്ക് കോടതി പോകാനുള്ള അവകാശം. നിലപാടല്ല, അവിടെ പരിസ്ഥിതി വയലേഷൻ കാര്യമായി നടന്നിട്ടില്ല എന്നുള്ളൊരു വ്യൂ എനിക്കുണ്ട്. BJPയുടെ നിലപാട് നിങ്ങൾ വളച്ചു ചുറ്റാതെ വളരെ കൃത്യമായി പറയും. ഇത് കണ്ടിരിക്കുന്ന ആൾക്കാർ കേൾക്കട്ടെ. ഇങ്ങനെ അവിടെ ഒരു വിവാദം ഉണ്ടാകുന്നു. NGT ഒരു നിലപാട് പറയുന്നു. NGT പറഞ്ഞ നിലപാടിനെതിരെ പോകാൻ അവർക്ക് അത് അവകാശമുണ്ട്, അവർ പൊയ്ക്കോട്ടെ. നിങ്ങൾ അതിന് ഡിപ്പെൻഡ് ചെയ്യേണ്ട. NGT പറഞ്ഞതിനോട് BJPയുടെ നിലപാടല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, സുപ്രീം കോടതി ചെല്ലുമ്പോൾ ഇവിടെ പരിസ്ഥിതി വയലേഷൻ നടന്നിട്ടില്ല എന്നാണ് വിധിയാണെങ്കിൽ ഞാൻ ഇന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഈ പദ്ധതിയെ നിയമത്തിന്റെ കണ്ണിൽ ഏത് വകുപ്പനുസരിച്ചാണ്
ശ്രീ രവിശങ്കറിന്റെ പ്രസ്ഥാനത്തിന് ഈ യമുന നദിയുടെ തീരം കൊടുത്തത് എന്നുള്ളത് അങ്ങ് ആ വകുപ്പ് പറയണം. ഒന്ന്. രണ്ട്, BJP പരിസ്ഥിതിയുടെ കാര്യത്തിൽ ഇത്രയും പ്രാധാന്യമേ കൊടുക്കുന്നുള്ളൂ. ഇതിനും മറുപടി താങ്കൾ പറയണം. അല്ല, ഇതില് പ്രത്യേക താല്പര്യമുണ്ട്. താല്പര്യമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യയെ ഒരു സാംസ്കാരിക സമ്മേളനം, ലോക സാംസ്കാരിക സമ്മേളനം നടക്കുന്നത് ചിലർക്ക് തൃപ്തിയില്ല. പ്രകൃതിക്ക് അനുകൂലമായി ശ്രീ രവിശങ്കറിനെ കൂടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തായിരുന്നെങ്കിൽ അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇദ്ദേഹം പറയുന്നത് ഇതൊക്കെയാണ് BJPയുടെ പ്രശ്നം. ശ്രീ രവിശങ്കർ ആദ്യമായി ഇന്ത്യയിൽ നടത്തുന്ന പരിപാടിയല്ലേ ഇത്? ഇതിനേക്കാൾ വലിയ പരിപാടികൾ അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും എതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷം ഞങ്ങളുടെ കേരളത്തിൽ വന്ന് അദ്ദേഹം പരിപാടി നടത്തിയല്ലോ. ഞങ്ങൾ ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ? ഒരിടത്ത് എതിർത്തിട്ടില്ല. ഇടതുപക്ഷം ഇപ്പോൾ ഈ ശ്രീ രവിശങ്കറിനെയാണോ ഈ കാര്യത്തിൽ എതിർക്കുന്നത്, അതോ ഇപ്പൊ ഇവിടെ നടന്ന നിയമപരമായ സർക്കാരാണ് ഇതിനകത്ത് പ്രതിക്കൂട്ടൽ? സർക്കാരാണ്. തർക്കം എന്താ? സർക്കാരാണ് പ്രതിക്കൂട്ടൽ. അവര് ഏതൊരാളാവട്ടെ നിലപാട് സ്വീകരിക്കുന്നു, വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കുന്നു, അതിനെ ചോദ്യം ചെയ്യുമ്പോൾ സർക്കാർ യഥാർത്ഥത്തിൽ സർക്കാർ ആരുടെ ഭാഗത്ത് പ്രാഥമിക നിലപാട് അവിടുത്തെ ഡൽഹി ഗവൺമെന്റ് നിലപാട് എന്താ? ഡൽഹി ഗവൺമെന്റ് പത്മകുമാർ BJPയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ഡൽഹി സർക്കാർ എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ട് എന്ത് ചെയ്തു എന്ന മറു ചോദ്യങ്ങളല്ല വേണ്ടത്. നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടുകളും ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്ന വിശദീകരണവുമാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ഇടപെടുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ പത്മകുമാർ, ശ്രീ A.